ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ നമ്മൾ ഷോപ്പിലേക്ക് പോവാണ്. ശ്രീകണ്ഠാപുരം ഫർഗോ ഫർണിച്ചർ ഷോപ്പിലേക്ക് പോവാണ്. ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 6 മാസമായി കേട്ടോ. അപ്പോൾ ഇന്ന് അവിടെ ഒരു ഗസ്റ്റ് വരുന്നുണ്ട്, കുഞ്ഞാപ്പു കോയ വരുന്നുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങളങ്ങനെ ഓടി വന്നതാണ്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് കുറച്ച് ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ 3 മണിയെന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളൊന്നും കൂട്ടാണ്ടാണ് വന്നിട്ടുണ്ടായത്. പക്ഷെ അവർ വരാൻ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിനി. അപ്പോൾ ഈ ഷോപ്പിനെ കുറിച്ച് ഞാൻ പറയാം. ഇത് ശ്രീകണ്ഠാപുരം ഫർഗോ ഫർണിച്ചർ ഷോപ്പാണ്. അപ്പോൾ ഇവിടെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പം ഫസ്റ്റ് ഒന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ 4 ഫ്ലോറാട്ടോ. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ പിന്നെ നമ്മളെ സോഫ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ അടിക്കുന്നതാണ് സോഫയൊക്കെ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇവർക്ക് പിന്നെ ഹോൾസെയിൽ ആയിട്ടുള്ള വേറെ തന്നെ ഉണ്ട് കേട്ടോ. ആയിപ്പോയിലാണ് അവിടെ ഗോഡൗണും കാര്യങ്ങളെല്ലാം ആയിട്ട്. അപ്പോൾ ഇവിടെയാണ് റീറ്റെയിലായിട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഇത് 4 ഫ്ലോറാണ്. ഫസ്റ്റ് ഫ്ലോറിൽ സോഫ കാര്യങ്ങൾ, സെക്കൻഡ് ഫ്ലോറിൽ പിന്നെ അതേപോലെ ബെഡ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്, അലമാരകൾ. പിന്നെ തേർഡ് ഫ്ലോറിൽ ചെയർ കാര്യങ്ങൾ, അങ്ങനെ ഓരോ ഫ്ലോറിൽ ഓരോ ഐറ്റംസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കുകയാണെങ്കിൽ നല്ലതുപോലെ ലോങ് ആയി പോകും കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാണ്. അത്യാവശ്യം ഇവിടെ നല്ല എല്ലാ റേറ്റിലും ഉള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കാം. കാരണം ശ്രീകണ്ഠാപുരം എന്ന് പറഞ്ഞാൽ കണ്ണൂരുള്ളവർക്കൊക്കെ അടുത്ത് തന്നെയാണ്, അത്ര ലോങ് ഒന്നും ആയിരിക്കില്ല. അപ്പോൾ കണ്ണൂർ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്യുക കേട്ടോ, വന്ന് നോക്കിയാൽ മതി. പിന്നെ ഇത് ഓഫറുള്ള ഐറ്റംസൊക്കെ വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു ഷോപ്പ് എന്നല്ല, അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് വേറൊരു ഗോഡൗൺ പോലെ ഉള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം നല്ല വില കുറവിലുള്ള ഐറ്റംസൊക്കെയാണ്. ഇവിടെ ചായ വെക്കുന്ന തിരക്കാണ്. അപ്പോൾ ഇവിടെ ചായയൊക്കെ വെക്കുന്നുണ്ട്. ലേറ്റ് ആയതുകൊണ്ട് പിന്നെ ചായ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചായ വെക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ അവിടെ നല്ല ചീപ്പ് റേറ്റിൽ, നല്ല റേറ്റ് കുറവിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നോക്കാം. പിന്നെ നമ്മളിവിടെ ഏകദേശം 6 മണിയായി. അപ്പോൾ പിന്നെ പുറത്തിങ്ങനെ ഇരുന്ന് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. കുഞ്ഞാപ്പൂ കോയ ഇതെത്താൻ നല്ല പോലെ ലേറ്റ് ആയിട്ടുണ്ടായിന്. അപ്പോൾ പിന്നെ പുറത്തുനിന്ന് ഊനാലൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് ആടി അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോഴാണ് ആൾ എത്തിയത്. കുഞ്ഞാപ്പൂ കോയ എത്തിയിട്ടുണ്ട്. അപ്പം തന്നെ കുട്ടികളൊക്കെ ഓടിപ്പോവാണ്. അവർക്കാണ് ഇവർ മെയിനായിട്ടുള്ള ഇഷ്ടം. കാരണം അവരാണ് ഇവരുടെ വീഡിയോ കൂടുതലും കാണുന്നത്. കുട്ടികളാണ്. ഇവർ യൂട്യൂബറാണ്, അറിയപ്പെട്ട ഒരു യൂട്യൂബറാണ്. കാരണം കുട്ടികളാണ് ഇവരെ ഫാൻസ്. അപ്പോൾ കുട്ടികളൊക്കെ ഏകദേശം എത്തിയിട്ടുണ്ട്. സിയാദ് ഖാൻ്റെ ഏട്ടൻ്റെ മക്കളാട്ടോ ഇവർ രണ്ടുപേരും. അവരൊക്കെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ വന്ന് നമ്മൾ വരുമ്പോൾ കൂട്ടിയതാണ്. പിന്നെ എൻ്റെ മക്കൾ വരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മണി ആ ഒരു സമയം പറഞ്ഞുകൊണ്ട് സ്കൂളിൽ നിന്ന് വെറുതെ കട്ടാക്കിയിട്ട് കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ കൂട്ടിയിട്ടില്ല. അവർക്ക് വലിയ വിഷയമൊന്നുമല്ല, അങ്ങനെ വലിയ പ്രശ്നമൊന്നും ആക്കിയിട്ടില്ല. അതുകൊണ്ട് വിഷയമില്ല. ഇവിടെ വന്ന കുട്ടികൾക്കൊക്കെ ഭയങ്കര കാര്യമാണ്. അതുകൊണ്ടാണ് എല്ലാവരും ഓടിയെത്തിയിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ഇവിടെ പാർട്ട്നേഴ്സ് ഫാമിലിയും പിന്നെ പുറത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ പിന്നെ ഏകദേശം പുറത്തുള്ള ആൾക്കാരൊക്കെ ആ ഒരു സമയത്ത് എത്തിയിട്ടുണ്ടായിന്. പിന്നെ 3 മണിയെന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്തിട്ട് തിരിച്ച് പോയ ആൾക്കാരുണ്ട് കേട്ടോ. വെയിറ്റ് ചെയ്യുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. നല്ലതുപോലെ ലേറ്റ് ആയിട്ടുണ്ടായിന്. ഏകദേശം 9-10 മണിയൊക്കെ ആയിട്ടുണ്ടായിന് ഇവരെത്താൻ തന്നെ. അപ്പം തന്നെ എല്ലാവരും ഏകദേശം ഒരു കാത്തുനിന്ന് എല്ലാവരും മടുക്കൂലേ, അതുപോലെ ആയിട്ടുണ്ടായിന്. പിന്നെ അവർ വന്ന ഉടനെ തന്നെ എല്ലാവർക്കും ഫോട്ടോ വീഡിയോ പിന്നെ അതന്നെ, അത് മെയിനായിട്ട് 1 മണിക്കൂർ 2 മണിക്കൂർ അങ്ങനെയും പോയിട്ടോ. അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അതിൽ നമ്മൾ ഫോട്ടോസും എടുത്ത് പിന്നെ എന്താ പറയുക, എല്ലാവരും ആ ഒരു വീഡിയോയിൽ കണ്ടിട്ട് നേരിട്ട് കാണുമ്പോൾ കുട്ടികളൊക്കെ അവരാണ് എന്നുള്ളൊരു ഡൗട്ട്. കാരണം അങ്ങനെയാണല്ലോ കാണുന്നത്. അങ്ങനെ കുറേ സമയം അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഓരോ ആൾക്കാരായിട്ട് പിന്നെ ഫോട്ടോസ് എടുക്കുമ്പം എന്തായാലും സമയം ലേറ്റ് ആവുമല്ലോ. പിന്നെ അവർ പരസ്യം ചെയ്യാനാണ് അവരെ വിളിച്ചിട്ടുണ്ടായത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അവർക്ക് പരസ്യം ചെയ്യാൻ. അപ്പം തന്നെ നമ്മൾ വിചാരിച്ച് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിന്. കാരണം കുട്ടികളൊക്കെ ഏകദേശം ഉറക്കമൊക്കെ വന്നിട്ടുണ്ടായി. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ആൾ നല്ല നല്ല ആൾക്കാർ തന്നെ കേട്ടോ. അങ്ങനെ വലിയ ജാടുള്ള ആൾക്കാരൊന്നുമല്ല, അത്യാവശ്യം നല്ല സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ തന്നെ. എല്ലാവരോടും നല്ല ഇതായിട്ട് ജോലിയായിട്ടുണ്ടായിന്. അങ്ങനെ നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞ ശേഷം പിന്നെ അവർ പരസ്യം ചെയ്തിട്ട് പിന്നെ അവർ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ പിന്നെ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ പോവുകയാണ്. കാരണം ഇനി നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുട്ടികളൊക്കെ ഉറങ്ങും. അതുകൊണ്ട് പിന്നെ അവർ പരസ്യം ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ
ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. ബൈ.